എന്നിട്ട് കാര്യം മനസ്സിലാക്കാതെ ആലമ്പ കാണിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ആർക്കും നിന്നെ സഹായിക്കാൻ പറ്റില്ല. ഇന്നത്തേക്ക് ഇവിടെ സോളിറ്ററി സെല്ലിട്. വേണ്ട നിർമ്മലേ, കൊച്ചല്ലേ, അതിന്റെ ആവേശത്തിൽ അറിയാതെ പറ്റിപ്പോയതാ. സോളിറ്ററിയിലൊന്നും ഇടണ്ട. ഇവള് ഞങ്ങളുടെ കൂടെ കിടക്കട്ടെ. ഇവളെ ഞാൻ പതുക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചോളാം. കുറച്ച് ദിവസത്തിനുള്ളില് ഇവള് ഇവിടുത്തെ അനുസരണയുള്ള അന്തേവാസിയായിരിക്കും. ശരി, നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇവളെ വെറുതെ വിടുക. മാഡത്തിന് നാണമില്ലേ ഇവര് പറയുന്ന കേട്ട് ചാടി കളിക്കാൻ? മാഡം ചെയ്യുന്ന ജോലിക്ക് ഒരു അന്തസ്സുണ്ട്. അത് ഇവരെ പോലുള്ള കുറ്റവാളികൾ പറയുന്ന കേട്ട് കളഞ്ഞു കുളിക്കരുത്. വേണ്ടടോ, ഇതേ പ്രായത്തിന്റെയാ. എന്തിനും ഏതിനും ഉടക്കുന്നതാ പരിഹാരം എന്നാ ഇവളുടെ വിചാരം. അത് കുറച്ചു കാലം കൂടി ഇവളിവിടെ കഴിഞ്ഞാ മാറിക്കോളും. ഇവള് കണ്ടതുപോലുള്ളൊരു ലോകം അല്ല ഇതിനകത്തെന്ന് ഇവള് വൈകാതെ മനസ്സിലാക്കിക്കോളും. അതെ, വെറുതെ തല്ലുവാങ്ങാൻ നിൽക്കാതെ പെട്ടെന്ന് എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ നീ നോക്കിക്കോ. നിനക്കേ ഇവിടെ കുറെ കാലം കഴിയേണ്ടതാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കോടതിയിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ച് പുറത്തിറങ്ങും. ആ, എല്ലാരും പോയേ, പൊക്കോ പൊക്കോ. ആ, എല്ലാരും കയറി പോയേ, കയറി കയറി. കുറെ നടക്കാത്ത സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുക ആ പാവം. സാരമില്ല, വൈകാതെ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് യാഥാർത്ഥ്യം എന്താണെന്ന് അവള് മനസ്സിലാക്കും. പിന്നെ ഇതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് മുന്നോട്ട് പോയിക്കോളും.